ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. നാഥാ നിൻ തിരുസവിധേ ഇന്നു താണുവണങ്ങിടുന്നു. നാഥാ നിൻ തിരുസവിധേ ഇന്നു വീണുവണങ്ങിടുന്നു. നാഥാ നിൻ തിരുസവിധേ ഇന്നു താണുവണങ്ങിടുന്നു. നാഥാ നിൻ തിരുസവിധേ ഇന്നു വീണുവണങ്ങിടുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. കഴിഞ്ഞ 33 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങൾ നാം അല്പമായിട്ട് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സർദീസ് സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ദൂതാണ് ആ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ദൂതിലേക്ക് നാം കടക്കുന്നതിന് മുമ്പായിട്ട് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർദീസ് എന്ന് പറയുന്ന നഗരം തൂയത്തൈരയിൽ നിന്നും 48 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു സമ്പന്ന നഗരമാണ് സർദീസ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആസിയയിലെ ലുദിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ് ഈ സർദീസ്. സർദീസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശേഷിപ്പ് എന്നും നവീകരണമെന്നും 2 അർത്ഥം അവിടെ നിന്നും നമുക്കെടുക്കാവുന്നതാണ്. അതിൻ്റെ 3-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ചാൽ അവിടെ നാം വായിക്കുന്നുണ്ട്, ഉടുപ്പ് മലിനമാകാത്ത ഒരു ശേഷിപ്പിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എക്കാലത്തും കർത്താവ് തനിക്കൊരു ശേഷിപ്പിനെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റൊന്ന്, ഈ സഭയെക്കുറിച്ച് ഉള്ള പഠനത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു നവീകരണത്തിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ലൂതർ ആത്മീയ അന്ധകാരത്തിൽ നിന്നും വേർപെട്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം പ്രചരിപ്പിക്കുവാൻ ഇടയായത്. ലൂതർ മാത്രമല്ല, തന്നോടുകൂടെ ചില ദൈവദാസന്മാർ കൂടെ ഉണ്ട് എന്നാണ് ചരിത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ദൂതിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിലെ 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളിച്ചെയ്യുന്നത്. അപ്പോൾ അവിടെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സർദീസ് സഭയുടെ ദൂതന് എഴുതുക. ഇതിനു മുമ്പ് നാം പഠിച്ചതായ ഈ സഭകളെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ ഓരോ സഭയ്ക്കും ആ ദൂത് കൊടുക്കുന്നത് കർത്താവാണ്. യോഹന്നാനാണ് ആ ദൂത് എഴുതുന്നത്. അത് എഴുതി ആ സഭകളുടെ ദൂതന്മാർക്ക് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെയും നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൂതൻ എന്നുള്ള ആ പദപ്രയോഗം സഭയുടെ ആത്മീയ നേതൃത്വത്തെ കാണിക്കുന്നുവെന്ന് ഉള്ളത് മുൻ സഭകളെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം വിശദമായിട്ട് ചിന്തിച്ചതാണ്. ഞാൻ ഇന്ന് അതിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളിച്ചെയ്യുന്നത്. അപ്പോൾ 7 നക്ഷത്രത്തെക്കുറിച്ച് നാം മുമ്പ് പഠിച്ചതാണ്. അവിടെ നമ്മൾ ചിന്തിച്ചത് 7 നക്ഷത്രം
7 സഭകളുടെ ദൂതന്മാരാണ് എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നാം പഠിച്ചു വന്ന സഭകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ ഈ 7 ദൂതന്മാർ കർത്താവിൻ്റെ കരങ്ങളിൽ അവരായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. പിന്നീട് നാം അവിടെ വായിച്ചത് 7 ആത്മാവ് ഉള്ളവൻ എന്നുള്ളതാണ് കർത്താവിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചില വേദഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-4 7 ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ വെളിപ്പാട് പുസ്തകം 4-5 7 ആത്മാക്കളായ 7 ദീപങ്ങൾ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ 5-ാം അധ്യായം 6-ാം വാക്യത്തിലും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ആത്മാക്കളായ 7 ദൈവാത്മാക്കളായ 7 കണ്ണ് എന്നുള്ളതും നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേദഭാഗങ്ങളൊക്കെയും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 7 എന്നുള്ളത് പൂർണ്ണതയെ കാണിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പല വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നു. ഇവിടെ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി പഴയ നിയമത്തിൽ നിന്നും യെശയ്യാ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്ന് ചില ആശയങ്ങൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, ആ വേദഭാഗം നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 1-2 വാക്യം വായിക്കാം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അവിടെ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ആത്മാവിൻ്റെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ 7 വിധ പ്രവർത്തികളെക്കുറിച്ച് നമുക്ക് അവിടെ ആ വേദഭാഗത്തുകൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നാം വായിച്ച വേദഭാഗത്ത് ക്രിസ്തുവിൽ ആവസിക്കുന്ന 7 ആത്മാക്കളെക്കുറിച്ച് പ്രവചന ദൃഷ്ടിയ പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ അതിൻ്റെ 1-ാമതായിട്ട് നമ്മൾ വായിക്കുന്നു, അവിടെ യഹോവയുടെ ആത്മാവ് എന്ന് കാണുവാൻ കഴിയുന്നു. 2-ാമത് നമ്മൾ കാണുന്നു ജ്ഞാനത്തിൻ്റെ ആത്മാവ്, 3-ാമത് വിവേകത്തിൻ്റെ ആത്മാവ്, 4-ാമത് ആലോചനയുടെ ആത്മാവ്, 5-ാമത് ബലത്തിൻ്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, 7 യഹോവ ഭക്തിയുടെ ആത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ 7 വിധ പ്രവൃത്തികളെക്കുറിച്ചാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് വിശദീകരിക്കേണ്ടതാണ്, എന്നാൽ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ അത് വിശദീകരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ചില സത്യങ്ങൾ ഉണ്ട്. ഒന്ന്, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണതയെ നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നു. 7 എന്നത് നാം മുമ്പ് ചിന്തിച്ചതുപോലെ അത് ഒരു പൂർണ്ണതയെ കാണിക്കുന്നു എന്ന് ദൈവവചനത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ 7 വിധ പ്രവൃത്തികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, സഭകളെയും അവയുടെ ദൂതന്മാരെയും കർത്താവ് നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ആ വാക്കുകൾ നമുക്ക് അവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ഈ ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ ചിന്തിക്കാം. ആ നിലയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.